ഹേ ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദിവിച്ച്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന 3 സിനിമകളുടെ റിവ്യൂമായിട്ടാണ്. സോ നമുക്ക് നേരെ റിവ്യൂലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ റിവ്യൂ ചെയ്യുന്നത് നമ്മുടെ കെവിൻ നായകനായെത്തുന്ന സ്റ്റാർ എന്ന് പറയുന്ന സിനിമയാണ്. ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. ഈ സിനിമ OTT ഇറങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത്. സിനിമയിലെ വലിയതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം OTT ഇറങ്ങിയ സിനിമയാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കാണാൻ പറ്റും, അറിയാലോ. അപ്പോൾ ഞാനിതിൽ പോസിറ്റീവ് വശങ്ങൾ കുറച്ച് പറയാം നിങ്ങളുടെ അടുത്ത്. ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാവരും ആക്ടിങ് വൈസും പിന്നെ അവർ ഓരോരോ സീനിലെടുത്ത എഫേർട്ടും പിന്നെ ഓരോരോ ഡയലോഗുകളും ഒക്കെ നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളതാണ്. എസ്പെഷ്യലി കെവിൻ്റെ അഭിനയം, ആളുടെ കിടിലനായിട്ടുള്ള അഭിനയം തന്നെയായിരുന്നു ഈ സിനിമ ത്രൂ ഔട്ട് കാഴ്ചവെച്ചത്. ആൾ നല്ല രീതിക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെന്താ പറയുക, ആക്ട്രസസ്, അതായത് അഭിനയിച്ചത് നടിമാർ 2 പേരുണ്ട് ഈ സിനിമയിൽ. അവർക്ക് കൊടുത്ത റോള് ഭംഗിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമയിലെ നെഗറ്റീവുകളെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റോറി ഒരു ക്ലീശ സ്റ്റോറി ലൈനാണ്. അതായത് നമ്മൾ ഇതിന് മുന്നും കുറേ കണ്ടിട്ടുള്ള സ്റ്റോറി തന്നെയാണ് സ്റ്റാർ എന്ന് പറയുന്ന സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ സീൻസൊക്കെ നമുക്ക് പ്രഡിക്റ്റബിളാണ്. ക്ലൈമാക്സ് ആയാലും ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്, ബട്ട് പ്രഡിക്റ്റബിളാണ്. നമുക്ക് ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് തോന്നും കിടിലൻ ക്ലൈമാക്സ്, ബട്ട് അത് നമ്മൾ ഉദ്ദേശിച്ച സെയിം സാധനം തന്നെ വരുമ്പോൾ എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നി, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പറ്റുകയാണെങ്കിൽ കാണാൻ നോക്കുക. അത്ര മോശം സിനിമയൊന്നുമല്ല സ്റ്റാർ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു 5-1 3 കൊടുക്കും ഈ ക്യാരക്ടേഴ്സിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു പോകും, ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടിരുന്നു പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതൊക്കെ പ്രഡിക്റ്റബിളാണ്. നമുക്കിങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ബട്ട് ഒരു സ്റ്റാർ ആവാൻ എടുക്കുന്ന എഫേർട്ടും ജീവിത സാഹചര്യങ്ങളും ഒക്കെ കിടലായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുള്ളൊരു സിനിമയാണ് സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. അടുത്ത സിനിമയാണ് ഫെഡേമിയാൻ ഫൊട്ടേമിയാൻ. എൻ്റെ പൊന്നടാവേ, നമ്മുടെ രായപ്പൻ അല്ല, ആളെ ഇപ്പം അങ്ങനെ വിളിക്കാൻ ഇടവരാറില്ല. ബട്ട് ഈ സിനിമ എൻ്റെ പൊന്നെ, ആളുടെ ഒരു 2015 ശേഷം ഇറങ്ങിയ ഏറ്റവും മോശം സിനിമകളിൽ ഒന്ന് ആയിരിക്കും ഇതെന്ന് പറയാം. ബട്ട് വെയിറ്റ് ഗൈസ്, കോയിൻസിഡൻസ്ലി നമ്മൾ തുടക്കം പറഞ്ഞ സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമയില്ലേ, മലയാളത്തിൽ സ്റ്റാർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമയിൽ ഡോക്ടറായിട്ട് പൃഥ്വിരാജ് എത്തുന്നുണ്ട്. അത് പൃഥ്വിരാജിൻ്റെ ഒരു വേസ്റ്റ് അപ്പിയറൻസ് ആണ്. ക്യാമിയോ ആണ് പടത്തിൽ, ക്യാമിയോ. ബട്ട് ഇറ്റ്സ് ഓൾസോ ആൻ വേസ്റ്റ് എക്സ്പീരിയൻസ്. അതായത് ഇതിലായാലും പൃഥ്വിരാജ് എന്തിന് ഈ സിനിമ എടുത്തു? അവൾ ഓൾറെഡി നമ്മുടെ ബോളിവുഡിൽ ഒരുപാട് ബോംബിടുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചു മലയാളത്തിൽ നിന്ന് ഒരു ആക്ടറെ കൊണ്ടുപോയി അവിടെ ഇട്ട്, അതായത് ഇത്ര ആക്ടിങ് ഇതുള്ള ആളെ കൊണ്ടുപോയി അവിടെ ഇട്ട് മലയാളികൾ, സൗത്ത് ഇന്ത്യൻസ്, നോർത്ത് ഇന്ത്യൻസ് എല്ലാം കൂടി വിജയമാവുന്നു. അട്ടർ പരാജയമായിപ്പോയി. ഞാൻ വിചാരിച്ചു പൃഥ്വിരാജുള്ളതല്ലേ, ആൾ ഇത്ര നല്ല സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ ഉള്ളൊരു നല്ല നടനല്ലേ വിചാരിച്ചാണ് കണ്ടത്. ഹൈ ക്വാളിറ്റിയിലൊക്കെ ഇട്ട് കണ്ടതാണ്. എന്തായി ഞാൻ പറയട്ടെ, ഈ സിനിമ എന്ന് പറയുമ്പോൾ വിഷ്വലി ഇറ്റ്സ് ഓക്കെ, ബട്ട് വിഷ്വലി ആയാലും ഇല്ലോജിക്കലായിട്ടുള്ള സീൻസ് നിറയുണ്ട്. ഇപ്പോൾ പത്താനിലായാലും നമുക്ക് അങ്ങനെ കുറേ സീൻസും ഇതുകളുണ്ട്. എന്നാൽ അതിൽ വരുന്ന ചെറിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസും പിന്നെ നല്ലൊരു വില്ലനുണ്ടെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ചിലപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തേക്കാം. അതിന് ഉദാഹരണമാണ് പത്താൻ എന്ന് പറയുന്ന സിനിമ. ഇതിലെന്ന് പറയുന്നത് വില്ലനും ബോറായി, ഡയലോഗും ബോറായി, ആക്ഷനും ബോറായി, പാട്ടും ബോറായി, എല്ലാം ബോറായി. എൻ്റെ പൊന്നിൻ്റെ മലയാളം ഡബ്ബൊക്കെ കേൾക്കണം. ഇത് കണ്ടിരിക്കണവർക്ക് വല്ല അവാർഡ് കൊടുക്കണം. അമ്മാതിരി പടം. ഇവർ എത്ര കിട്ടിയാലും പഠിക്കില്ല. ഈ അക്ഷയ് കുമാറും ടൈഗർ ഷെറഫും എത്ര പടമാണ് നിരത്തി പൊട്ടിക്കണേന്ന് വല്ല ബോധമുണ്ട്? അമ്മാതിരി പൊട്ടിച്ചുകൊണ്ടിരിക്കണം. എന്നാലും വീണ്ടും അപ്പം നമ്മൾ ഈ ഒരു ജോണറിൽ നമുക്കൊന്ന് മാറ്റി പിടിക്കുക. ആൾ പറ്റണ ജോണറൊക്കെ ചെയ്ത് നോക്കി, എന്ത് കാര്യമുണ്ട്?
എനിക്ക് തോന്നുന്നു ആളുടെ തോൽവി തുടങ്ങിയിട്ട് എന്തായാലും കുറച്ച് ആളായി. തമിഴിൽ വിശാലാണെങ്കിൽ ഹിന്ദിയിൽ അക്ഷയ് കുമാറാണ്. യാ ബാക്കി എല്ലാവരും അത്യാവശ്യം ഹിറ്റടിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പം ഷാറൂഖ് ഖാനായാലും അമീർ ഖാനായാലും ഇപ്പോൾ മൈതാനൊക്കെ ഇറങ്ങിയിട്ട് കിട്ടുന്ന റെസ്പോൺസാണ്. ഞാൻ കണ്ടു മൈതാനം, ഞാൻ കണ്ടു. 3 സിനിമകളുടെ റിവ്യൂ ആയി. മൈതാൻ ഞാൻ കണ്ടു. മൈതാനും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ മൈതാൻ്റെ റിവ്യൂ പറയാം ഇനി, അതാണ് നല്ലത്. മൈതാൻ സിനിമയിൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ബട്ട് പടം കിടിലാണ്. മേക്കിംഗ് വൈസ് ആയാലും ഇതായാലും ക്യാരക്ടേഴ്സിനോട് നമുക്കൊരു കണക്ഷൻ തോന്നുന്നില്ലേ, അത് സിനിമയിൽ ഗംഭീരമായിട്ട് തന്നെ വർക്ക് ആയിട്ടുണ്ട്. പിന്നെ സ്പോർട്സ് ജോണർ സിനിമകളിൽ ഭൂരിഭാഗവും ഫ്ലോപ്പ് ആവാറാണ് പതിവ്. ഇതും ഫ്ലോപ്പായത് തന്നെ ഞാൻ തോന്നുന്നു. ബട്ട് ഈ സിനിമയുടെ ആ ഒരു മേക്കിങ്ങും ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ അടിപൊളി തന്നെയാണ്. സോ ഈ 3 സിനിമകളിലെ ഏതെങ്കിലും സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ഫ്രം ദി ആൻഡ് ദി വിച്ച്.